ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതകാലം മുഴുവനും താൻ ജീവിച്ച ജീവിത സാഹചര്യങ്ങളിലെല്ലാം താഴ്മയോടെ ജീവിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുക. താൻ ജനിച്ചു വളർന്ന ഭവനത്തിലും ജീവിച്ചു വളർന്ന ദേവാലയ പരിസരങ്ങളിലും വിവാഹത്തിന് ശേഷം കൂടെ ജീവിച്ച തിരുക്കുടുംബത്തിലും യേശുപിതാവിൻ്റെ ഒപ്പവും ഉണ്ണീശോയുടെ ഒപ്പമൊക്കെ അതിനുശേഷം അപ്പസ്തലന്മാരുടെ കൂടെയും ഒക്കെ ജീവിച്ചപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ എളിമയോടെയും താഴ്മയോടെയും ജീവിക്കാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുക. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ജീവിതം ഒരു വിജയകരമായ അനുഗ്രഹമായ ഒരു ജീവിതമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പരിശുദ്ധ അമ്മയെപ്പോലെ താഴ്മയോടെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ, കുടുംബങ്ങളിൽ, മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന് കേരള സഭ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. കുഞ്ഞച്ചൻ്റെ ജീവിതത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ പുണ്യമെന്താണ്? ഈ താഴ്മയോടെ തൻ്റെ ശുശ്രൂഷകൾ ചെയ്തു എന്നുള്ളതാണ്. രാമപുരം എന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം സ്വീകരിച്ച് ആ ഇടവക ദേവാലയത്തിൽ വെച്ച് തന്നെ പൗരോഹിത്യം സ്വീകരിച്ച് അവിടെ തന്നെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്ത് ആ ദേശത്തുണ്ടായിരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരായ മനുഷ്യരുടെ ഉദ്ധാരണത്തിന് വേണ്ടി തൻ്റെ ജീവിതവും ആരോഗ്യവും സമയവും മുഴുവനും വ്യയം ചെയ്ത് അവിടെ തന്നെ മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ട് അവിടെ നിന്നും വിശുദ്ധിയുടെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട സാധാരണക്കാരനായ ഒരു ഇടവക വികാരിയച്ഛനായിരുന്നു കുഞ്ഞച്ചൻ. തൻ്റെ ശാരീരികമായ വലിപ്പക്കുറവ് കൊണ്ടാണ് അദ്ദേഹത്തെല്ലാം കുഞ്ഞച്ചൻ എന്ന് വിളിച്ചത്. ഈ കുഞ്ഞച്ചൻ ആരാരും അറിയപ്പെടാതെ രാമപുരത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ കയറി ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആദിവാസികളായ മറ്റ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന വ്യക്തികളെ കണ്ടെത്തി അവരെ സന്ദർശിച്ച്, അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത്, അവർക്ക് വേദപാഠം പഠിപ്പിച്ച്, അവർക്ക് കൂദാശകൾ പരിക്രമം ചെയ്ത്, അവരെ കുമ്പസാരിപ്പിച്ച്, അവർ വിശുദ്ധ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സാധാരണക്കാരനായി ഏറ്റവും താഴ്മയോടെ അവരുടെ ഭക്ഷണം കഴിച്ച്, അവരുടെ കൂടെ താമസിച്ച്, അവരിൽ ഒരുവനായി ജീവിച്ച് മരിച്ച കുഞ്ഞച്ചൻ ഇന്ന് കേരള സഭയുടെ തന്നെ അറിയപ്പെടുന്ന വൈദിക വിശുദ്ധരിൽ ഒരാളായി തീർന്നിരിക്കുകയാണ്. ഈ കുഞ്ഞച്ചനും പരിശുദ്ധ അമ്മയും ഒക്കെ തങ്ങളുടെ ജീവിതം വിജയിപ്പിച്ചത് താഴ്മയോടെ ജീവിച്ചതുകൊണ്ടാണ്. നമുക്കും നമ്മുടെ ജീവിതവും ചുറ്റുമുള്ളവർക്കും വേദനിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ നമ്മളിൽ കഴിയുന്ന നന്മ ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും താഴ്മയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. താഴ്മയോടെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. നമ്മുടെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ താഴ്മയോടെ ശുശ്രൂഷ ചെയ്ത് ദൈവമഹത്വം ആർജിക്കുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞച്ചൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.